ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 4:12 ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകത്തിലുള്ള നാനാ ജാതി മതസ്ഥർ ദൈവത്തിൻ്റെ രക്ഷ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ ദൈവമായ കർത്താവ് പ്രവാചകരിലൂടെയും സ്ലീഹന്മാരിലൂടെയും അരുളി ചെയ്ത തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശുവിൻ്റെ നാമമാണ് നമുക്ക് രക്ഷയ്ക്കായി ഏകനാമം ദൈവം നൽകിയത്. കാരണം എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു നമ്മുടെ രക്ഷകനാണ്, യേശു നമ്മുടെ നാഥനാണ്, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവാണ്. യേശുവിനെ ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ആ ഭവനം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരും. എന്താണ് നമുക്ക് രക്ഷ എന്ന് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:26 വിശുദ്ധ മത്തായി ശ്ലീഹ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം? നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു പകരം കൊടുക്കും? ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ ആത്മാവിൻ്റെ വില എന്തെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായി ജീവിക്കുവാനും യേശുവിനെ സ്വന്തമാക്കാനും സാധിക്കുന്നത്. കാരണം നാം നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകി. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 16:31 പറഞ്ഞു: കർത്താവാം യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ രക്ഷ നമ്മുടെ ഭവനത്തിലേക്കും സമൂഹത്തിലേക്കും ഭൂമി ജീവിക്കുന്ന ഓരോ മനുഷ്യരിലേക്കും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു: എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യാ 29:11 പറയുന്നു: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താണ് പദ്ധതി? നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിനക്ക് എന്നെ കണ്ടെത്താൻ ഇടയാകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കണം. നമ്മുടെ രക്ഷകനായ യേശുവിനെ നാം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട്, ആത്മീയമായൊരു സന്തോഷമുണ്ട്. കാരണം യെശയ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലും അതിൻ്റെ 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കണ്ടെത്തും. നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവും നാഥനും രക്ഷകനുമായി തീരണം. യേശു നമ്മുടെ നാഥനായി കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവായി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു അഭിവൃദ്ധിയും ഒരു ഐശ്വര്യവും ഒരു സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എൻ്റെ ജീവിതത്തിൽ എനിക്കേറെ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചത് എൻ്റെ യേശുവിനെ ഞാൻ സ്വന്തമാക്കിയപ്പോഴാണ്. യേശുവിനെ നാം സ്വന്തമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആനന്ദവും സന്തോഷവും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു. 1 തിമോത്തി 1:14 പറയുന്നു: യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷയിലേക്ക് കടന്നു വരുവാനാണ്. യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിക്കാനാണെന്നുള്ള പ്രസ്താവം
തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും? വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരം ഇപ്രകാരമാണ്: എങ്ങനെ നമ്മൾ യേശുവിൽ വിശ്വസിക്കണം, എങ്ങനെ നമ്മൾ സ്വീകരിക്കണം? അവൻ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു. വിശുദ്ധ മത്തായി 1:21 പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. കാരണം ലോകത്തിൽ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ഏക ദൈവം യേശു ക്രിസ്തുവാണ്. കാരണം മറ്റൊരുവനും പാപം ക്ഷമിക്കാനോ രോഗങ്ങൾ സുഖപ്പെടുത്താനോ സാധ്യമല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു രോഗിയായിരുന്നു, ഞാൻ പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ രോഗത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്തത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ഞാൻ ഒരുപാട് വൈദ്യന്മാരുടെ അടുക്കൽ പോയി രോഗശാന്തിക്കായിട്ട് ആശുപത്രി കയറി ഇറങ്ങിയപ്പോഴും താൽക്കാലികമായൊരു രോഗശാന്തി കിട്ടിയാലും പിന്നീടും ആ രോഗം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പലവട്ടം ശ്വാസതടസ്സം ചെറുപ്പത്തിൽ എനിക്കുള്ളതായിരുന്നു. അതെല്ലാം ഒരു ധ്യാനത്തിലൂടെ 91 ഒരു ധ്യാനം കൂടി, ആ ധ്യാനത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തമായി സ്വീകരിച്ചു. റോമാലേഖനം 10:13 പറയുന്നു, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം ഞാൻ കേട്ടപ്പോൾ ഞാനും എൻ്റെ ഉള്ളിൽ എനിക്ക് യേശുവിനെ വിളിക്കാൻ യാതൊരു വക താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം പാപത്തിൻ്റെ സുഖങ്ങളിൽ, ലോകത്തിൻ്റെ സുഖങ്ങളിൽ, നൈമിഷമായ ചില സുഖങ്ങളിൽ മുഴുകി ജീവിച്ചപ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകി ജീവിച്ചപ്പോൾ എനിക്ക് യേശുവിൻ്റെ രക്ഷ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ഈ മത്തായി 18:14 ഒരു തിരുവചനം ഇങ്ങനെ എന്നെ ഓർമ്മപ്പെടുത്തി തന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലെ എത്രയോ നല്ല പിതാവ് എത്രയോ കാരുണ്യത്തോടെ എന്നെ സ്നേഹിക്കുന്നുവെന്നും എൻ്റെ ആ സ്നേഹത്തെ അറിയാൻ തൻ്റെ ഏകജാതനെ എനിക്ക് നൽകിയല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചപ്പോഴാണ് എനിക്ക് ആനന്ദം ലഭിച്ചത്. എൻ്റെ ദൈവമക്കളെ, നാം യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും അവൻ്റെ വചനം ശ്രവിക്കുമ്പോഴും നാം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. കാരണം സങ്കീർത്തനം 34:18 പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥൻ. കാരണം ഹൃദയം നുറുങ്ങി ആര് യേശുവിനെ വിളിക്കുന്നോ അവൻ്റെ അരികിലേക്ക് തൻ്റെ ആ സ്നേഹമായ ദൈവം തൻ്റെ പുത്രനെ അയക്കും. ആര് ദൈവത്തെ വിളിക്കുന്നുവോ അവനിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ കടന്നു വരുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ സക്കയൂസ് എന്ന വ്യക്തി, അവൻ യേശു ആരാന്നറിയാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശു ആരാന്നറിയാൻ നമുക്കൊരു അമിതമായ ഒരു ആഗ്രഹമുണ്ടാകണം. യേശുവിനെ കുറിച്ച് അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. യേശുവിനെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. കാരണം സക്കയൂസ് യേശു ആരാന്നറിയാൻ ഒരാഗ്രഹമുണ്ടായപ്പോൾ അവനറിയാം, അവന് ലോകത്തിൽ യേശുവിനെ കാണാൻ ഒരു തടസ്സമുണ്ടായിരുന്നു. അവൻ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി. യേശു അതിലെയാണ് പോകാനിരുന്നത്. അവൻ യേശുവിനെ കാണാൻ കാത്തിരുന്നപ്പോൾ യേശു അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കി. കാരണം സുഭാഷിതം 1:23 ഇപ്രകാരം ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പറയുന്നു, എൻ്റെ ശാസനം നീ ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിനക്ക് പകർന്നു തരാം, എൻ്റെ വാക്ക് ഞാൻ മനസ്സിലാക്കി തരാം. സക്കയൂസിന് ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ യേശുവിനെ അറിയണമെന്നും അനുഭവിക്കണമെന്നും ഒന്ന് കാണണം എന്ന് ഒരാഗ്രഹമുണ്ടായി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് യേശുവിനെ അറിയാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ടാകുമ്പോൾ യേശു നമ്മുടെ അരികിലേക്ക് വരും. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം പറയുന്നു, അവൻ ജനത്തിൻ്റെ അരികിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കുമാണ് ദൈവമക്കളാകാൻ ഒരു കഴിവ് കൊടുത്തത്. പ്രിയ ദൈവജനമേ, ദൈവമക്കളെ, ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ഞാൻ ചെറുപ്പം മുതൽ രോഗിയായിരുന്നത് കൊണ്ട് എനിക്ക് സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. മറ്റുള്ളവർ പഠിക്കുന്ന പോലെ പഠിക്കാനോ എഴുതാനോ വായിക്കാനോ ഒന്നും ശരിക്കും എനിക്കറിയില്ല. 4-ാം ക്ലാസ് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു. ഞാനൊരു രോഗിയായിരുന്നു. ആർക്കും വേണ്ടാത്തവനായ ഒരു ഭവനത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ 9 മക്കളിൽ 7-ാമത്തെ മകനായിരുന്നു ഞാൻ. എൻ്റെ
വീട്ടിൽ എന്നും എൻ്റെ അപ്പച്ചൻ മദ്യപിച്ചു വരുന്ന ഒരപ്പനെ കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ വീട്ടിൽ ഒരു സമാധാനമോ സന്തോഷമോ അനുഭവിക്കാൻ എൻ്റെ ശൈശവത്തിൽ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ 91-ൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടിയപ്പോൾ ഒരു വചനം എന്നെ ആഴമായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവിടെ പല വചനങ്ങളും ബഹുമാനപ്പെട്ട അഭിഷിക്തർ പ്രസംഗിക്കുമ്പോഴും ആത്മായ ശുശ്രൂഷകർ വചന ശുശ്രൂഷ നടത്തുമ്പോഴും ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് ഞാൻ വിചാരിച്ച് നടന്നെങ്കിൽ, എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ പതിക്കുകയും എൻ്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. വിലാപങ്ങളുടെ പുസ്തകം 3:19 പറയുന്നുണ്ട്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ രക്ഷയും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ബഹുമാനപ്പെട്ട വനക്കലച്ചൻ്റെ തിരുവചന സന്ദേശം ഞാൻ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ഹൃദയം നുറുങ്ങുകയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിൻ്റെ നാമം വിളിക്കുകയും ചെയ്തു. എനിക്ക് ഈ നാമം വിളിക്കാനോ ആ നാമത്തിൽ വിശ്വസിക്കാനോ എനിക്ക് യാതൊരു വക താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്കും കടന്നു വന്നു. കാരണം 139 സങ്കീർത്തനം 11 തിരുവചനം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകിയത് ഞാനാണ്, എൻ്റെ കൈകൊണ്ടാണ് ഞാൻ നിന്നെ മെനഞ്ഞെടുത്തത്. യേശു എത്ര നല്ലവനാണെന്ന് ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് രുചിച്ചറിയുകയും യേശു മാത്രമാണ് ഏകരക്ഷകനെന്നും യേശു മാത്രമാണ് എൻ്റെ രക്ഷകനെന്നും യേശു മാത്രമാണ് ലോകരക്ഷകനെന്നും ഞാൻ വിശ്വസിക്കുകയും അത് ഞാൻ ഏറ്റുപറയുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാലേഖനം 10-ാം അധ്യായം 9-10 തിരുവചനത്തിൽ പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നാം ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. കാരണം ലോകം മുഴുവൻ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനാണ് യേശു നമ്മെ വിളിച്ച് വേർതിരിച്ചത്. കാരണം യേശുവിൻ്റെ രക്ഷ ലോകം മുഴുവനിലെത്തണമെങ്കിൽ നാം ഓരോരുത്തരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ നാമം ഏറ്റുപറയണം. മത്തായിയുടെ സുവിശേഷം 10:33 തിരുവചനം ഇങ്ങനെയാണ് മത്തായി ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞെങ്കിൽ, വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മളോട് ശക്തമായി പറയുകയാണ്, നീ ജനങ്ങളുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും. ജനങ്ങളുടെ മുമ്പിൽ നീ എന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാനും നിന്നെ തള്ളിപ്പറയും. നാം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നാം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ദൈവമാണ് യേശു. ആ ദൈവത്തെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ, അവൻ തന്ന രക്ഷ നമ്മൾ ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, സ്വർഗം നമ്മളെ മാനിക്കും. സ്വർഗത്തിൽ നിന്ന് നമുക്ക് വലിയൊരു ആനന്ദവും സന്തോഷവും നമ്മളിലൂടെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നാം ഓരോരുത്തരും, ഞാൻ മാറിയപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ രക്ഷയിലേക്ക് കടന്നു വന്നത്. ഞാൻ വിചാരിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാനൊരു പാപിയൊന്നും അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ, യേശുവിൻ്റെ പ്രകാശം കടന്നു വന്നപ്പോൾ, അവൻ്റെ വചനത്തിൻ്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ, യോഹന്നാൻ 8:12 പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കുന്നില്ല. എൻ്റെ ഭവനം അന്ധകാരം നിറഞ്ഞതായിരുന്നു. എൻ്റെ ഭവനത്തിൽ മറ്റുള്ളവരെല്ലാം അന്ധകാരത്തിൽ ജീവിച്ചവനായിരുന്നു. ഞാനും ലോകത്തിൻ്റെതായ അന്ധകാരത്തിലും ലോകത്തിൻ്റെ മോഹത്തിലും ലോകം എന്തു പറയുന്നതോ അതനുസരിച്ചാണ് ഞാനും ജീവിച്ചിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ, ഞാൻ യേശുവിനെ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ, ഞാൻ യേശുവിനെ നാമം വിളിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരികയും എൻ്റെ ഭവനത്തിലേക്ക് ആ രക്ഷ കടന്നു വരികയും ചെയ്യുന്നു. ഇന്നെൻ്റെ ഭവനത്തിൽ 10-16ഓളം പേര് യേശുവിൻ്റെ നാമം വിളിച്ച് ആ രക്ഷയിലേക്ക് കടന്നു വന്നു. കാരണം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജെറമ്യ 32:26 പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് എഴുതാനോ വായിക്കാനോ ശരിക്കറിയണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചു. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ദിവസം 1.5 മണിക്കൂറോളം ബൈബിൾ വായിക്കാൻ തുടങ്ങി. വചനം എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ വചനം വായിക്കാൻ തുടങ്ങി. ഈ വചനം എനിക്ക് ആനന്ദം തരാൻ തുടങ്ങി. കാരണം അവിടെ കർത്താവിൻ്റെ വചനത്തിൽ മാത്രമാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത്. കാരണം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്നെ ഒത്തിരി സ്പർശിച്ച, ഒത്തിരി എന്നെ ആനന്ദത്തിലേക്ക് നയിച്ച ഒരു തിരുവചന ഭാഗമാണ് വിശുദ്ധ
മത്തായിയുടെ സുവിശേഷം 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ഞാൻ 13 വയസ്സിൽ തൊട്ട് മദ്യഷാപ്പിൽ ജോലി തുടങ്ങിയതാണ്. എൻ്റെ 19-20 വയസ്സിലാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്വീകരിച്ചത്, എൻ്റെ യേശുവിനെ സ്വന്തമാക്കിയത്. കാരണം മദ്യഷാപ്പിൽ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും പുകവലിക്കും അടിമപ്പെട്ട് ലോകത്തിൻ്റെതായ പാപ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഒരാനന്ദമുണ്ടായിരുന്നു, താൽക്കാലികമായ ആനന്ദം. കാരണം ഞാനൊരു രോഗിയായി തീർന്നു. സങ്കീർത്തനം 107:17 പറയുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവർ ചിലർ രോഗികളായി. അവർ മൃത്യുകവാടത്തെ സമീപിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഡിവൈനി വരുമ്പോഴും ഞാൻ മദ്യപിച്ചാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുന്നത്. അവിടെ വന്നപ്പോഴും എനിക്ക് താല്പര്യമില്ലാതെ വചനം കേട്ടു. എന്നാൽ ഓരോ വചനങ്ങൾ കഴിയുമ്പോഴും അവിടെ വചനം ഇപ്രകാരം ഉദ്ഘോഷിക്കപ്പെടുമ്പോഴും എനിക്കതൊന്നും സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, ആകാശത്ത് നിന്നും മഴയും മഞ്ഞും ഭൂമി പതിക്കുന്ന പോലെയാണ് ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനങ്ങൾ. അതൊരിക്കലും ഫലമില്ലാതെ പോകില്ല. 12,000 പേര് വചനം കേൾക്കുന്ന വചന കൂടാരത്തിലിരുന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ആദ്യം താല്പര്യമില്ലായിരുന്നു. പക്ഷേ മർക്കോസ് 7:21 പറയുന്നില്ലേ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന തിന്മകളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുഷ്ടത, ഭോഗാസക്തി, വഞ്ചന ഇവയെല്ലാം പുറപ്പെടുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഈ ദുഷ്ടത നിറഞ്ഞിരിക്കുകയായിരുന്നു. ലോകത്തിൻ്റെ സുഖങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. പാപത്തിൻ്റെ അരൂപി എന്നെ പിടികൂടിയിരിക്കുകയായിരുന്നു. എന്നാൽ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ക്രിസ്ത്യാനികളെല്ലാം പോയി കുമ്പസാരിച്ചു പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോഴും ഞാനും വിചാരിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന്. എന്നാൽ ഞാൻ എൻ്റെ പാപങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞു. കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ പാപിയാണ്. ഈ 12,000 പേരിൽ ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അത് ഏറ്റുപറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം കടന്നു വന്നു, ഒരു സന്തോഷം കടന്നു വന്നു. ഇതുവരെയും മദ്യത്തിനോ പുകവലിക്കോ ലോകസുഖത്തിനോ ഒരു സിനിമയ്ക്കോ തരാൻ കഴിയാത്തൊരാനന്ദം എൻ്റെ ജീവിതത്തിൽ 91-ൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാനത് അനുഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ശക്തി കടന്നു വന്നു. കാരണം തിരുവചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരും. എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നു. ഞാൻ വഴിയായ യേശുവിനെ അറിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മനസ്സിൽ ദൈവം ഒരു ബോധ്യം തന്നു. ആദ്യം നീ വഴി അറിയുക, 2 വഴിയെ നടക്കുക, 3 വഴി കാണിച്ചു കൊടുക്കുക. ഞാൻ വഴിയായ യേശുവിനെ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അനുഭവിച്ചു. കാരണം യോഹന്നാൻ 14:6 പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ വഴിയായ യേശുവിനെ ഞാൻ അറിഞ്ഞു. ഞാൻ ആ വഴിയെ നടക്കാൻ തുടങ്ങി. ഞാൻ മദ്യഷാപ്പിൽ ജോലിക്കാരനായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞു, മദ്യഷാപ്പിലെ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ ആ 91-ൽ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയും എൻ്റെ നാഥനും രക്ഷകനുമായ എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിച്ച്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാനോ വായിക്കാനോ ശരിക്കറിയുണ്ടായിരുന്നില്ല. ഞാനൊരു ധ്യാനം കഴിഞ്ഞ് ഒരു സെമിനാരിയിൽ 1.5 വർഷക്കാലം കുക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അവിടെ ഇരുന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട 8 അച്ഛന്മാരുണ്ട്, 10-60 വൈദിക വിദ്യാർത്ഥികളുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി. ധ്യാനം കൂടി 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മാസാമാസത്തിലുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മകനെ, നിന്നെ യേശു ഫുൾ ടൈം സുവിശേഷ വേലക്കായിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് വിദ്യാഭ്യാസമില്ല. ഞാൻ എന്ത് പ്രഘോഷിക്കാനാണ്? ഇവിടെയൊക്കെ പ്രസംഗിക്കുന്നവരും അവിടെ വന്ന് വചനം കേട്ടവരെല്ലാം നല്ല നല്ല വ്യക്തികൾ, അഡ്വക്കറ്റുമാർ, വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ വചനം പങ്കുവെക്കുമ്പോൾ ഞാൻ എന്ത് വചനം പറയാനാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അച്ഛൻ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാ മാസവും ഞാനതിന് കൊല്ലത്ത് സെമിനാരിയിൽ നിന്ന് എല്ലാ മാസവും ഇവിടെ സെക്കൻഡ് സാറ്റർഡേ കുട്ടി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരും. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ
ബഹുമാനപ്പെട്ട കൊച്ചുമാത്യച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് പോട്ട ആശ്രമത്തിൽ വെച്ച് ഒരു വചനം എന്നെ സ്പർശിച്ചു. ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പൻ എഴുതിയ രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകവും വചനോത്സവവും വാങ്ങി ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിത വേല ആരംഭിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ലഭിച്ച സന്തോഷവും സമാധാനവും ഒരാൾക്ക് കൊടുക്കണം. കാരണം യേശു നമ്മുടെ സമാധാനമാണ്, യേശു നമ്മുടെ സന്തോഷമാണ്, അവൻ നമ്മുടെ ആനന്ദമാണ്, അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് ലൂക്കാ 4:18 തിരുവചനം ഇങ്ങനെ പറയുന്നില്ലേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ആ വചനത്തിൽ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെബ്രയ ലേഖനം 4:3 പറയുന്നു, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിച്ചു. എൻ്റെ ദൈവം എനിക്കൊരു വീണ്ടെടുപ്പ് തന്നെങ്കിൽ, എൻ്റെ ദൈവം എനിക്കൊരു പുതുജീവൻ തന്നെങ്കിൽ, അനേകർ പാപം ചെയ്ത് ജീവിക്കുമ്പോൾ, അനേകർ ഈ ലോകത്തിൽ നശിക്കുമ്പോൾ, അനേകരും വെളിച്ചമില്ലാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ അവർക്കൊരു കൈത്തിരി വെട്ടമായി മാറാൻ കർത്താവെ നീ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ നിലവിളി യേശു കേൾക്കുക തന്നെ ചെയ്തു. യെശയ്യാ 58:9 പറയുന്നു, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി തരും, ഇതാ ഞാനെന്ന് മറുപടി തരും. നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വരുന്ന അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചു. കാരണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം എനിക്ക് ആഴത്തിൽ ലഭിച്ചിട്ടില്ല, എനിക്ക് സഹോദരങ്ങളുടെ സ്നേഹം വേണ്ടത്ര ലഭിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകയും അവൻ എന്നെ സ്വന്തമാക്കുകയും ചെയ്തു. എന്നെ സ്വന്തമാക്കി യേശുവിനെ എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയും ഫുൾ ടൈം സുവിശേഷ വേലക്കായി ഇറങ്ങി വരികയും ചെയ്തു. കാരണം നിയമാവർത്തനം 28:10 പറയുന്നു, നീ യേശുവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല ജനതകളും നിന്നെ ഭയപ്പെടും. നീ യേശുവിനെ നാമം വഹിക്കണം, യേശുവിനെ നീ ഏറ്റുപറയണം. കാരണം 1 പത്രോസ് 3:15 യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ, അവനെ മാത്രം നീ ആരാധിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നവരോട് മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. നമുക്കുള്ള പ്രത്യാശ എന്താണ്? പരിശുദ്ധ പൗലോസ്ലീഹ റോമ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു നിത്യജീവനുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിത്യ സൗഭാഗ്യമുണ്ട്, നമുക്കൊരു സ്വർഗീയ ഭവനമുണ്ട്. ഈ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളോട് ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തല്ലോ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകണ്ട മകനെ, നീ എന്നിൽ വിശ്വസിക്ക്, എൻ്റെ പിതാവിലും വിശ്വസിക്ക്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. യോഹന്നാൻ 14:1 പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതകളും നമ്മുടെ മനസ്സിലെ നൊമ്പരങ്ങളും നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം യേശു ഏറ്റെടുക്കും. വിശുദ്ധ മത്തായി 11:28 അതല്ലേ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എത്രയോ വലിയ രക്ഷയാണ് ദൈവം നമുക്ക് തന്നത്. ആശ്വാസം തരുന്ന ദൈവം, ആനന്ദം തരുന്ന ദൈവം, അഭിഷേകം തരുന്ന ദൈവം. അവൻ നമ്മളെ എത്ര പാപികളാണെങ്കിലും ആ പാപികളെ തേടി വന്ന കർത്താവ്. മർക്കോസ് 2:14 ഈശോ വ്യക്തമാക്കിയില്ലേ, ഞാൻ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്, പാപികളെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ആ യേശുവിനെ നമുക്ക് സ്വന്തമാക്കണം, ആ യേശുവിനെ നമ്മൾ ഏറ്റുപറയണം, ആ യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിക്കണം. നമ്മളിലൂടെ നമ്മുടെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരും. ആ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കും. ആ പിതാവിൻ്റെ ഭവനത്തോട് ചേർന്ന് നിന്ന് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ, അനേകരെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ. ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അന്ധകാരത്തിൽ അനേക ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അടിമപ്പെട്ട് നാശത്തിലേക്കും നരകത്തിലേക്കും കടന്നെടുക്കുമ്പോൾ ആ മക്കളെ ഒന്ന് കൈക്ക് പിടിച്ച് യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, യേശുവിനെ നാമം ഏറ്റുപറയാൻ, യേശുവിനെ അറിയാത്ത മക്കൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് യേശു നമ്മളെ സ്വന്തമാക്കിയത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 6:33 പറഞ്ഞല്ലോ, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കണം. ദൈവരാജ്യം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും രാജ്യമാണ്. ആ രാജ്യത്തിലേക്ക് നാം കടന്നു വരണം. എനിക്ക് ഒരുപാട് വ്യക്തികളോട് ക്ഷമിക്കാനുണ്ടായിരുന്നു, അവരോടൊക്കെ ക്ഷമിക്കാൻ എൻ്റെ യേശു എനിക്ക് കൃപ തന്നു. കാരണം ആ ക്ഷമ കാൽവരി കുരിശിൽ യേശു കടക്കുമ്പോൾ യേശു തൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ നാമം വിളിക്കണം. നമ്മളിലൂടെ അനേകർ യേശുവിലേക്ക് കടന്നു വരണം, അനേകർ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കണം. അതിന് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. കാരണം ജെറമ്യ 1:5 പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ
ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ യേശുവിനെ നമുക്ക് സ്വന്തമാക്കണം. യേശുവിനെ നാമം ഏറ്റു പറയണം. പുറപ്പാട് 9:16 എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ ലോകം മുഴുവൻ എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുവാനുമാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. നമുക്കൊരു ജീവിതം തന്നത്, ഒരു ജീവിതം തന്നത് നമുക്ക് യേശുവിൻ്റെ നാമം ഏറ്റു പറയാനാണ്, യേശുവിൻ്റെ രക്ഷ ഏറ്റു പറയാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെയും ഒരു സമാധാനത്തിൻ്റെ ദൂതനായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹതയാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.